നമസ്കാരം. രാജേഷ് അഞ്ചക്കാരനാണ്. ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. സഞ്ജു സാംസണെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് ടീമിൽ സെലക്റ്റായി, അതുകൊണ്ട് മാത്രം ടീമിൽ നിലനിൽക്കുന്ന ഒരു താരം വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരു പരമ്പരയിൽ 5 കളിയിലും മൊത്തത്തിൽ റണ്ണ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 50 അടിക്കാൻ പറ്റിയില്ല. സ്കോർ 24. അതായത് ഇത്രയും നാണക്കേട് എന്താ പറയുക, സന്നാഹ മത്സരത്തിൽ പോലും കളിപ്പിച്ചില്ല. സഞ്ജുവിനെ കളിപ്പിച്ചില്ല. പിന്നെ എന്താ പറയുക, സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. USA ഫസ്റ്റ് കളിയിൽ അഭിഷേകിന് പകരം ഫീൽഡിങ്ങിൽ ഇറങ്ങിയാണ് ചെയ്യുന്നത്. കീപ്പിംഗ് പോലും കൊടുത്തില്ല. ബാറ്റിംഗ് പോട്ടെ, കീപ്പിംഗ് പോലും കൊടുക്കുന്നില്ല. മാറ്റി നിർത്തുന്നു, പരിശീലനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഒരു മുൻനിര ബാറ്റ്സ്മാനെ ഇങ്ങനൊരു ഗതി ആദ്യമായിട്ടായിരിക്കും വരുന്നത്. പിന്നെ സഞ്ജുവിന് അനുകൂലമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷമൊക്കെ സഞ്ജു നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് 5 കളിയിലാണ് 3 സെഞ്ചുറിയൊക്കെ അടിച്ചത്. ആ കത്തി നിൽക്കുന്ന സമയത്ത് ലോബി പ്രവർത്തിച്ചു. ആ സമയത്ത് നോർത്ത് ഇന്ത്യൻ ലോബി പ്രവർത്തിച്ചു. അവനെ മാറ്റി നിർത്തി, 10-30 കളികളിൽ മാറ്റി നിർത്തി. 2 മുതൽ 8 വരെ അവരെ ഇട്ട് കളിപ്പിച്ച് കുരങ്ങ് കളിപ്പിച്ചു. അതിനകത്താണ് അവൻ നെഗറ്റീവായി. അവനെ കോമാളി കളിപ്പിച്ചപ്പോഴാണ് സഞ്ജു സാംസൺ എന്താ പറയുക ലോസ്റ്റ് ആയത്. പിന്നീട് എന്താ പറയുക, സഞ്ജു PR വർക്കും ആരാധക ഫാൻസും കാര്യങ്ങളെല്ലാം തലപൊക്കം തുടങ്ങിയപ്പോഴാണ് ലോബി പിന്നെയും കൊണ്ടുവന്നത്. പിന്നെ അവനോട് ഇഷ്ടം തോന്നിപ്പിച്ചത്. അല്ലെങ്കിൽ ഗംഭീരനും സൂര്യകുമാർ പിന്നെ അവൻ്റെ കൂട്ടുകാരനാണ്. സൂര്യകുമാർ സത്യസന്ധനായ ഒരാളാണ്. ഗംഭീർ അങ്ങനെയല്ല. ഗംഭീർ മാരേന്ദ്രൻ നിൽക്കും, ക്യാമറയുടെ മുമ്പിൽ നല്ല ആളാണ്. അപ്പോൾ ഈ ഇത്രയും സപ്പോർട്ടുണ്ട് രണ്ടുപേർ. സൂര്യയും ഗംഭീറിൻ്റെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇതുകൊണ്ടം വരെ എത്തിയത്. അത് പിടിച്ചു കയറാനുള്ളത് സഞ്ജു വീണ്ടും താപ്പോട്ട് പോവുക. സഞ്ജുവിൻ്റെ ഈ ബാക്ക് ഫുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ന്യൂസിലൻഡ് പരമ്പരയിൽ മാത്രമൊന്നുമല്ല അവൻ ചെയ്തത്. ബാക്ക് ഫുട്ടാണ് അവൻ്റെ ശൈലി. കഴിഞ്ഞ വർഷമൊക്കെ SIയുടെ കൂടെ, സൗത്ത് ആഫ്രിക്കയുടെ കൂടെയൊക്കെ